പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഹിന്ദി ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ ഒരു ടിപ്പണിയാണ്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഏതാണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വളരെ ലളിതമായൊരു പാഠഭാഗമാണ്. നിങ്ങളുടെ കൂടുതൽ ബോധ്യത്തിലേക്ക് വേണ്ടി ഈ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുകയാണ്. टिप्पणी हताशा से एक व्यक्ति बैठ गया था. नरेश सक्सेना. टिप्पणी എന്ന് പറഞ്ഞാൽ എന്താണ്? टिप्पणी का मतलब है കുറിപ്പ്. ഇംഗ്ലീഷിൽ നോട്ട് എന്ന് പറയും. ആസ്വാദൻ टिप्पणी എന്ന് വേണമെങ്കിൽ പറയാം. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ നരേഷ് സക്സേനയുടെ ടിപ്പണിയാണ്. നരേഷ് സക്സേനയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ചിത്രം ശ്രദ്ധിക്കുക. നരേഷ് സക്സേന മധ്യപ്രദേശ് के ग्वालियर में 1931 को उनका जन्म 1931 മധ്യപ്രദേശിൽ ഗ്വാളിയോറിലാണ് അദ്ദേഹം ജനിച്ചത്. സമകാലീൻ ഹിന്ദി സാഹിത്യ ക്ഷേത്ര के विलक्षण कवि है वे. സമകാലീൻ ഹിന്ദി സാഹിത്യ ക്ഷേത്ര के ആധുനിക ഹിന്ദി സാഹിത്യ മേഖലയിലെ വളരെ ശ്രദ്ധേയനായ കവിയാണ് ശ്രീ നരേഷ് സക്സേന. അദ്ദേഹം ഒരു കവിതയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ടിപ്പണി കാ ആരംഭ് ദേഖേ. നോക്കാം നമുക്ക് ടിപ്പണിയുടെ ആസ്വാദനക്കുറിപ്പിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന്. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. विनोद कुमार शुक्ल विख्यात है, പ്രസിദ്ധനാണ്. എങ്ങനെ? अपनी मौलिकता और अनगढ़ता के लिए. മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി, തനിമയുള്ള കവിതകൾ, രചനകൾ. അൻഘടത എന്ന് പറഞ്ഞാൽ ക്രമമില്ലായ്മ. ഭാഷാക്കി അൻഘടത, ഭാഷ ഇന്ന തരത്തിൽ എഴുതാം, അതിൻ്റെ രൂപം ഇന്ന തരത്തിലായിരിക്കാം എന്നുള്ളതിനൊരു പ്രത്യേകിച്ച് ഘടന ഇല്ലാത്ത, ഒരു ക്രമമില്ലാത്ത. ചിലപ്പോൾ ഗദ്യ കവിതകളായിരിക്കും അദ്ദേഹം എഴുതുന്നത്, ചിലപ്പോൾ പദ്യ കവിതകളായിരിക്കാം. വരികൾക്ക് കൃത്യമായ ക്രമമൊന്നും ഉണ്ടാവണമെന്നില്ല. അത്തരത്തിലുള്ള ഭാഷാ ശൈലി ഉപയോഗിക്കുന്ന ആൾ വിനോദ് കുമാർ ശുക്ല. നോക്കൂ നിങ്ങൾ, ഈ നരേഷ് സക്സേന തൻ്റെ കവിതയിൽ, തൻ്റെ ആസ്വാദനക്കുറിപ്പിൽ പറയപ്പെടുന്ന വ്യക്തി വിനോദ് കുമാർ ശുക്ല ആണ്. വിനോദ് കുമാർ ശുക്ല തൻ്റെ കവിതകളിൽ മൗലികതയും അൻഘടതയും സൂക്ഷിക്കുന്നു. കിന്തു ഈസ് കവിതാമേ മൗലിക് ഹോനെ കെ സാത്ത് ഹി വേ കാവ്യശില്പ് കെ സിദ്ധ് കവി കി തരഹ് ഭി ദിഖായി ദേത്തെ ഹെ. അദ്ദേഹം കാവ്യശില്പത്തിൻ്റെ വളരെ കഴിവുറ്റ കവിയായിട്ട്, കാവ്യശില്പമാനെ ക്യാ ഹെ? കാവ്യശില്പം എന്ന് പറഞ്ഞാൽ, ശില്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രത്യേക രൂപം, ഭംഗിയിൽ കൊത്തി ഉണ്ടാക്കുന്ന രൂപം, സൃഷ്ടിക്കുന്ന രൂപം. കാവ്യശില്പം,
കാവ്യമാകുന്ന ശില്പം, കാവ്യത്തെ ഒരു ശില്പരൂപത്തിൽ മെനഞ്ഞെടുക്കുക. അതിന് നല്ല നല്ല വാക്കുകൾ, ക്രമമായി വാക്കുകൾ കൃത്യമായ ഇടത്ത് ഉപയോഗിച്ചുകൊണ്ട്, കാവ്യബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവിതയെ വളരെ മനോഹരമാക്കി തീർക്കുന്നതിനെയാണ് കാവ്യശില്പം എന്ന് പറയുന്നത്. കാവ്യശില്പക്കെ സിദ്ധ കവി, കാവ്യശില്പം നിർമ്മിക്കുന്നതിൽ വളരെ കഴിവുറ്റ കവിയായിട്ട് അദ്ദേഹം കാണപ്പെടുന്നു. കവിതാക്കെ അർത്ഥ് ഇത്തനെ സഹജ് ഓർ സാഫ് ഹേ, കവിതയുടെ അർത്ഥം വളരെ സഹജവും സാഫ് ഹേ. സഹജ് മാനെ സ്വാഭാവിക്, വളരെ സ്വാഭാവികമാണ്. സാഫ് ഹേ, ക്ലിയർ ഹേ. कि उन्हें व्याख्या की दरकार नहीं है, വ്യാഖ്യാനത്തിൻ്റെ ദർക്കാർ, ദർക്കാർ മീൻസ് ആവശ്യകത. വ്യാഖ്യ की दरकार नहीं है, വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. വിനോദ് കുമാർ ശുക്ല की कविता को व्याख्या की दरकार नहीं है, വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്കില്ല. सरल शब्दों वाले वाक्य സ്വയം ഹി അപ്നാ മർമ്മ കഹ് ദേത്തെ ഹെ, വളരെ സരളമായ വാക്കുകൾ ഉൾപ്പെടുന്ന വരികൾ, ഉസ്കാ അർത്ഥ്, ഉസ്കാ മർമ്മ സ്വയം കഹ് ദേത്തെ ഹെ. ഒറ്റ വായന കൊണ്ട് തന്നെ നമുക്ക് ആ കവിതകൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആരുടെ കവിതകളെക്കുറിച്ചാണ് നരേഷ് സക്സേന സൂചിപ്പിക്കുന്നത്? അതെ, വിനോദ് കുമാർ ശുക്ലയുടെ കവിതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വിനോദ് കുമാർ ശുക്ലയുടെ കവിതയുടെ പ്രത്യേകതകൾ, ഒന്ന് वो मौलिक है और दूसरा वो अनगढ़ता है, भाषा की अनगढ़ता है, और काव्य शिल्प में वे सिद्ध है, और 14 है सहज और साफ, कविता का अर्थ सहज और साफ है, उसकी व्याख्या की दरकार नहीं है. देखो विनोद कुमार शुक्ला का परिचय लो, यही है विनोद कुमार शुक्ला. विनोद कुमार शुक्ल की एक कविता हमें इधर पाठभाग में है. विनोद कुमार शुक्ल की एक कविता है, उस कविता का शीर्षक भी हताशा से एक व्यक्ति बैठ गया था है. കവിതയുടെ ശീർഷകവും ഇത് തന്നെയാണ്, ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നാണ്. അപ്പോൾ അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നതിൻ്റെ ശീർഷകവും ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നരേഷ് സക്സേന ടിപ്പണി എഴുതിയ ആളാണ്. അദ്ദേഹം ഏത് കവിതയെ അടിസ്ഥാനമാക്കിയാണ് ടിപ്പണി എഴുതിയിരിക്കുന്നത്? അതെ, ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിത. ആ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? കവിത കാ കവി കോൺ ഹേ? കവി കാ നാം ഹേ വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തെയും നമ്മൾ പരിചയപ്പെട്ടു. आप भी विनोद कुमार शुक्ल भी हिंदी साहित्य क्षेत्र के कवि और कथाकार के रूप में प्रसिद्ध है. कविയും കഥാകാരനുമൊക്കെയാണ് അദ്ദേഹം, विनोद कुमार शुक्ल. उसका जन्म भी मध्य प्रदेश में हुआ है. देखो इधर हम कविता पाठ करने जा रहा है. നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം, കവിതയൊന്ന് ചൊല്ലി നോക്കാം. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था. हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ, मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मुझे वो नहीं जानता था. मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले, हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे.
दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे, साथ चलने को जानते थे. അതെ, നമുക്ക് ഈ കവിതയുടെ വിനോദ് കുമാർ ശുക്ല എഴുതിയിരിക്കുന്ന ഈ കവിതയുടെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ആശയമൊന്ന് മനസ്സിലാക്കാം. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था. हताशा से एक व्यक्ति बैठ गया था. बहुत सरल वाक्य है, पंक्तियां हैं. हताशा के साथ, निराशा के साथ एक व्यक्ति कहीं बैठ गया था. तो कवि किसको देखता है? एक हताश व्यक्ति को देखता है. व्यक्ति को मैं नहीं जानता था. कवि हमें बताते हैं, हमसे बताते हैं, व्यक्ति को मैं नहीं जानता था. उस व्यक्ति कहाँ से आता है, कौन है, इसके संबंध में कवि को मालूम नहीं था. हताशा को जानता था. किसको जानता था? हताशा को जानता था. വ്യക്തിയെ അറിയില്ല, പക്ഷേ हताशയെ അറിയാമായിരുന്നു. हताशा को जानता था. ये हताशा क्या है? देखो, ये चित्र देखो, इसमें कौन है? देखिए आप, एक व्यक्ति सीढ़ियों पर बैठता है. और क्या उसका नाम आप जानते हैं? नहीं. उसका जाति आप जानते हैं? उसका उम्र आप जानते हैं? वो किधर से आया है, उसका पता आप जानते हैं? और उसका ओहदा, उसका काम आप जानते हैं? नहीं. वो कौन है? देखिए, उसके चेहरे पर कौन सा भाव है? हाँ, उसके चेहरे पर हताशा का भाव है. वो व्यक्ति हताश है. उसके मन में हताशा है, മീൻസ് നിരാശ ഹെ. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തുണ്ട്? നിരാശാഭാവമുണ്ട്. നമുക്കത് കാണാൻ കഴിയും. तो कवि बताते हैं, हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कवि ने किसको देखा? कवि आर्य कंडद, कवि ने एक हताश व्यक्ति को देखा. कवि समझ जाता है कि वो व्यक्ति हताश है, लेकिन उस व्यक्ति का नाम, उस व्यक्ति का पता, उस व्यक्ति का ओहदा और उस व्यक्ति का जाति और उम्र आदि कवि नहीं जानते थे. वही है. और देखो कविता की आगे की पंक्तियां. इसलिए मैं उस व्यक्ति के पास गया. इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ, मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. इसलिए मैं उस व्यक्ति के पास गया. इधर मैं कौन है? मैं उस व्यक्ति के पास गया. मैं है कवि. कवि उस निराश व्यक्ति के, हताश व्यक्ति के पास गया. और कवि ने क्या किया? मैंने हाथ बढ़ाया. कवि ने उसकी ओर हाथ बढ़ाया. कवि അയാളുടെ നേരെ കൈ നീട്ടി. क्यों हाथ बढ़ाया होगा? എന്തിനായിരിക്കാം കൈ നീട്ടിയത്? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? कवि समझता है कि वो व्यक्ति हताश है, निराश है, उस व्यक्ति को किसी न किसी प्रकार की कठिनाई है, संकट में है वो व्यक्ति. इसलिए कवि ने अपना हाथ बढ़ाया. कवि तंडे कई नीटी. और उसके बाद क्या हुआ?
मेरा हाथ पकड़कर वो खड़ा हुआ, मेरा हाथ पकड़कर वो खड़ा हुआ। मेरा हाथ, किसका हाथ? हाँ, कवि का हाथ। कवि का हाथ पकड़कर वो खड़ा हुआ। वो कौन है? वो निराश व्यक्ति खड़ा हुआ, एഴുന്നേറ്റ് निन्नु। मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। मुझे वो नहीं जानता था। मुझे मीन्स कवि को, कवि को वो नहीं जानता था। कवि के बारे में उस व्यक्ति को पता नहीं था। अर्थात वे दोनों आपस में अपरिचित है। कवि और हताश व्यक्ति पहले परिचित नहीं है, आपस में अपरिचित है, उन्हें कोई पूर्व परिचय नहीं है, ऐसा कवि बताते हैं। मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। लेकिन मैं क्यों हाथ बढ़ाया? मैंने क्यों हाथ बढ़ाया है? कवि ने क्यों हाथ बढ़ाया है? वो उस निराश व्यक्ति ने जान चुका है। वही है, मेरे हाथ बढ़ाने को जानता था। देखिए इधर जानना जानना बार बार आ गया है, വീണ്ടും വീണ്ടും വന്നിരിക്കുന്നു, പ്രയോഗിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട വരിയിലുണ്ട്. നഹി ജാൻതാ തെ ജാൻതാ താ, ജാൻതാ താ ജാനന, അറിയുക. ഞാൻ കൈനീട്ടിയത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ കൈനീട്ടിയത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കവി ने क्यों हाथ बढ़ाया होगा? ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, കവി എന്തിനാണ് കൈ നീട്ടിയിട്ടുണ്ടാവുക? यस, ठीक है, कवि ने उस व्यक्ति की सहायता के लिए अपना हाथ बढ़ाया है। कवि समझता है कि वो व्यक्ति किसी संकट में है, किसी मुसीबत में है, इसलिए क्या करना है? उसकी मदद करना है, उसकी सहायता करना है। इसलिए कवि ने अपना हाथ बढ़ाया। देखिए और इसके आगे की पंक्तियों पर जाते हैं। अंतिम पंक्तियां देखो। हम दोनों साथ चले, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। हम दोनों साथ चले। हम दोनों कैसे चले? हम दोनों, इधर हम दोनों कौन 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 है? हाँ बताइए। हाँ, कवि और अपरिचित व्यक्ति। वो कवि और निराश व्यक्ति, हताश व्यक्ति साथ साथ चले, साथ चले। साथ चलने में क्या भाव है, क्या अर्थ है? ഒരുമിച്ച് നടക്കുക, കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ രണ്ടുപേരും അവരവരുടെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് उसके मन में क्या कौन सा भाव है वो सोच समझकर साथ चले। कवि क्यों वो निराश व्यक्ति के पास गया? कवि समझता है कि उसका कोई मुसीबत है। और वो हताश व्यक्ति क्यों कवि के साथ चले? हताश व्यक्ति समझता है कि कवि मेरी सहायता करने आ रहे हैं। इसलिए दोनों एक दूसरे को नहीं जानते थे। इसका मतलब क्या है? मैंने पहले बताया, ये दोनों कौन कौन है? कवि और अपरिचित व्यक्ति, हताश व्यक्ति आपस में नहीं जानते थे, एक दूसरे को नहीं जानते थे, एक दूसरे को नहीं जानते थे। वे पहले परिचित नहीं थे, साथ चलने को जानते थे. പക്ഷേ കൂടെ നടന്നത് എന്തിനാണ് ഒപ്പം നടന്നത് എന്ന് അറിയാമായിരുന്നു. ഇവിടെയും നമുക്ക് കാണാം जानते थे, नहीं जानते थे, जानते थे, जानना. जानना എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ കവിതയിൽ നിന്നും
വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതയിൽ നിന്നും നമ്മൾ ജാനന എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായും നമ്മളൊരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്താണ്? എനിക്ക് ഇന്നയാളെ അറിയാം, അയാളെ അറിയാം എന്ന് പറയുമ്പോൾ ഉസ്കാ നാം പത്താ ഹെ. നാം അദ്ദേഹത്തിൻ്റെ പേരറിയാം, ഓർ ഉസ്കാ പത്താ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം അറിയാമായിരിക്കും, और उसका ओहदा അദ്ദേഹത്തിൻ്റെ പദവി ജോലി അറിയാമായിരിക്കും, ഉസ്കാ ഉമ്ര और ആ വയസ്സറിയാമായിരിക്കും, और उसकी ജാതി ജാതി അറിയാമായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്ന അറിവ് എന്ന് പറയുന്നത്, അറിയാമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ? ഈ കവിതയുടെ ആശയം എന്താണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്? ദേഖോ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കൂ. ജാനുന അറിയുക. അറിയുക എന്നുള്ളതിന് കവി ഈ കവിതയിൽ നൽകുന്ന വ്യാഖ്യാനം. അറിവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കൂ. ഉസ്കി രൂഢിഗത് ആധാർ ഹേ. രൂഢിഗത് ആധാർ ഔർ അസലി ആധാർ, രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാം. രൂഢിഗത് ആധാർ ഔർ അസലി ആധാർ. ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, എഴുതി വെക്കണം ഈ നോട്ട്. ജാന്ന കവിതയിൽ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ജാന്ന ശബ്ദ കി ലേഖക് കി വ്യാഖ്യാ സെ ആപ് കഹാൻ തക് സഹമത് ഹെ. ജാന്ന എന്നുള്ള വാക്ക് ലേഖകൻ നൽകുന്ന വ്യാഖ്യാനം, കവി നൽകുന്ന വ്യാഖ്യാനം, അല്ലെങ്കിൽ നരേഷ് സക്സേന നൽകുന്ന വ്യാഖ്യാനം, അതിനെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? രൂഢിഗത ആധാറെന്നും അസലി ആധാറെന്നും നമുക്കതിനെ വേർതിരിച്ച് കാണാൻ പറ്റും. എന്താണ് രൂഢി? രൂഢി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, പരമ്പര എന്നാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട്, രൂഢീകൃതമായിട്ട്, പരമ്പരാഗതമായിട്ട് അറിയുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തൊക്കെയാണ്? देखिए, व्यक्ति का नाम, व्यक्ति का पता, വ്യക്തി का ഓഹദ, വ്യക്തി का ഉമർ ഏവം ജാതി. ഇതാണ് വ്യക്തിയുടെ പേര്, വ്യക്തിയുടെ അഡ്രസ്സ്, വ്യക്തിയുടെ പദവി അഥവാ ജോലി, വ്യക്തിയുടെ വയസ്സ്, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ ജാതിയും. ഇതൊക്കെയാണ് രൂഢീകൃതമായി, പരമ്പരാഗതമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത്. എന്നാൽ അസലി ആധാർ, അസലി ആധാർ മീൻസ് യഥാർത്ഥ അടിസ്ഥാനം. യഥാർത്ഥ അടിസ്ഥാനം എന്താ? അറിയുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ എങ്ങനെ അറിയേണ്ടത്? വ്യക്തി की हताशा, व्यक्ति की निराशा, व्यक्ति की असहायത, വ്യക്തി का संघर्ष, ഇങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് കവിതയിൽ പറയുന്നത്. ഈ പാഠഭാഗത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു റോഡിൽ एक सड़क पर घायल पड़े व्यक्ति को देखकर क्या हम उसके पास जाकर कहेंगे कि ये व्यक्ति मेरा परिचित व्यक्ति नहीं है? റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ആളെ, നമ്മൾ പരിക്കേറ്റ് കിടക്കുന്ന ഒരാളെ കാണുകയാണ്, നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ആ വ്യക്തിയെ നമുക്കൊരു പക്ഷേ അറിയണ്ടാവില്ല, നമ്മുടെ ബന്ധുവായിരിക്കില്ല, നമ്മളെ സുഹൃത്തായിരിക്കില്ല, നമ്മളെ നാട്ടുകാരനായിരിക്കില്ല, നമ്മൾക്ക് പേര് പരിചയമുള്ള ആളായിരിക്കില്ല, അദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഹം ഉസ്കി സഹായത കെ ലിയെ തയ്യാർ ഹോ ജായെങ്കെ. ആ ഒരു പരിസ്ഥിതിയിൽ, ആ ഒരു അപകടകരമായ അവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ, അദ്ദേഹത്തെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. അതെന്ത് മനസ്സിലാക്കിയിട്ടാണ്? ആ വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, സംഘർഷ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ ബോധ്യമുള്ളതുകൊണ്ടാണ്, ആ തിരിച്ചറിവ് നമുക്കുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ്, ആ അറിവാണ്, ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ജാന്ന എന്നുള്ളത്. അങ്ങനെ ആയിരിക്കണം എന്നാണ് വിനോദ് കുമാർ ശുക്ലയുടെ കവിതയിലൂടെ മനസ്സിലാവുന്നത് എന്ന് നമുക്ക് നരേഷ് സക്സേന ഈ ടിപ്പണിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ടിപ്പണി എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്, ടിപ്പണി വളരെ സിമ്പിളാണ്. നമുക്കൊന്നുകൂടി टिप्पणिയിലേക്ക് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, टिप्पणिയുടെ ആദ്യ ഭാഗമാണ്. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि के रूप में उसकी तरह दिखाई देते हैं. कविता के अर्थ इतने सहज और साफ है. കവിതയുടെ അർത്ഥം വളരെ സഹജവും
ക്ലിയറുമാണ്. അത് നമ്മൾ മനസ്സിലാക്കി. വളരെ സ്വാഭാവികമായ അർത്ഥം, വളരെ ക്ലിയർ ആണ് മീനിങ്ങുകൾ. കി ഉനെ വ്യാഖ്യാ കി ദർക്കാർ നഹി ഹേ, നമുക്ക് എന്ത് ആവശ്യമില്ല? വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ഒറ്റ വായന കൊണ്ട് തന്നെ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയും എന്താണ് അതിൻ്റെ അർത്ഥം. അത് വിനോദ് കുമാർ ശുക്ലയുടെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത. സരൽ ശബ്ദവും വാലേ വാക്യ, സരൽ ശബ്ദവും വാലേ ഹേ വാക്യങ്ങൾ, വരികൾ സരൽ ശബ്ദവും വാലേ ഹേ, സ്വയം ഹി അപ്ന മർമ്മ കഹ് ദേത്തെ ഹേ, അതൊക്കെ സ്വയം അത് ഒറ്റയ്ക്ക് തന്നെ അതിൻ്റെ മർമ്മം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ടിപ്പണിയാണ് നമ്മൾ ഒരിക്കൽ കൂടി വായിച്ചു. और इस इधर देखिए ये कविता किसकी याद दिलाती है, എൻ്റെ ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക, എഴുതി വെക്കണം, പഠിക്കണം. ഈ കവിത കിസ്കി യാദ് ദിലാത്തി ഹേ, ഈ കവിത എന്തിനാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? വിനോദ് കുമാർ ശുക്ലയുടെ കവിത നമ്മളെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്, എന്ത് സന്ദേശം? ശ്രദ്ധിക്കൂ. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്കി തര ജാനേ കി യാദ് ദിലാത്തി ഹേ, ഈ കവിതയാകട്ടെ മനുഷ്യനെ പോലെ മനസ്സിലാക്കാൻ, അറിയാൻ ഉള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മളെ ചെയ്യുന്നത്. മനുഷ്യനെ പോലെ അറിയുക. മനുഷ്യനെ അതിൻ്റെ ഉള്ളിൽ ഓരോ മനുഷ്യർക്കും അതിൻ്റെതായ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. അതിനെ ആ രൂപത്തിൽ കാണണം. അതാണ് യഥാർത്ഥ അറിവ്. ഇവിടെ ജാന്ന എന്നുള്ളത് ഇൻവേർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്ന കാണാം. ആ അറിവ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞാൽ അസലി ആധാർ, जानने के असली आधार है उसकी निराशा, उसकी हताशा और उसी प्रकार समझना. और इस कविता का संदेश, इस कविता से हमें कौन सा संदेश मिलता है? വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? അത് നമുക്ക് ശ്രദ്ധിക്കാം. ദോ മനുഷ്യോं के बीच मनुष्यता का होना जरूरी है. പരസ്പരം മനുഷ്യർക്കിടയിൽ എന്ത് വേണം? മനുഷ്യത എന്ന് പറയുന്ന ഗുണം അത്യാവശ്യമാണ്. മനുഷ്യത കാ ഹോന സ്വാഭാവിക ഹേ. ശ്രദ്ധിക്കാം. കവിതാ കി വിശേഷതായേ, കവിതയുടെ പ്രത്യേകതകൾ. കവിതാ കാ അർത്ഥ സഹജ ഓർ സാഫ് ഹേ, കവിതയുടെ അർത്ഥം, ഈ കവിതയുടെ പ്രത്യേകതകൾ ടിപ്പണിയിൽ എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കവിതാ കാ അർത്ഥ സഹജ് ഓർ സാഫ് ഹേ. കവിതാ കാ അർത്ഥ, കവിതയുടെ അർത്ഥം സ്വാഭാവികവും വൃത്തിയുള്ളതുമാണ്, ക്ലിയറുമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കണം, എഴുതി വെക്കണം. और दूसरा, वाक्य सरल शब्दों वाले हैं. कविता की पंक्तियां, കവിതയുടെ വരികൾ सरल शब्दों वाले हैं, വളരെ സരളമായ വാക്കുകൾ കൊണ്ടുള്ളതാണ്. और तीसरा, शिल्प पक्ष की बारीकी. ശില്പപക്ഷിക്ക് ബാരീക്കി. ശില്പപക്ഷം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശില്പം, കാവ്യശില്പം, കവിതയെ മനോഹരമാക്കി എടുക്കുന്നത്. എങ്ങനെയാണ് കവിതയെ മനോഹരമാക്കുക? നമ്മൾ കവിത എഴുതുമ്പോൾ അതിനെ മനോഹരമാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കാവ്യബിംബങ്ങൾ, ചിത്രങ്ങൾ, വാക്കുകൾ കൊണ്ട് ചിത്രം സൃഷ്ടിക്കണം, കാവ്യബിംബങ്ങൾ ഉണ്ടാക്കണം, പ്രതീകങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല നല്ല വാക്കുകൾ, യുക്തമായ വാക്കുകൾ ചേരുന്ന സ്ഥലത്ത് അത് ചേർത്തുകൊണ്ടാണ് കവിതയെ മനോഹരമായ ശില്പമാക്കി മാറ്റുന്നത്. അങ്ങനെ ശില്പമാക്കി മാറ്റുന്നതിൻ്റെ ബാരീക്കി, ബാരീക്ക് മീൻസ് സൂക്ഷ്മ, ബാരീക്കി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത. ഈ കവി വിനോദ് കുമാർ ശുക്ല അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഈ കവിതയുടെ ശില്പത്തെ വളരെ ഭംഗിയാക്കാൻ വേണ്ടി എത്ര സൂക്ഷ്മത കൈവരിച്ചിട്ടുണ്ട്, അതാണ് നമുക്ക് നോക്കേണ്ടത്. ശില്പപക്ഷിക്ക് ബാരീക്കി, ശില്പപക്ഷിക്ക് ബാരീക്കി എന്ന് ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ നോക്കാം, ശില്പപക്ഷിക്ക് സൂക്ഷ്മത കവിതാമേ, ശില്പപക്ഷിക്ക് സൂക്ഷ്മത കവിതയിൽ എങ്ങനെയാണ്? ടിപ്പണിയിൽ ഈ ശില്പപക്ഷത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് ടിപ്പണിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഈ കവിത ലോകഗീത് കാ ആഭാസ് ദേത്തി ഹെ, अर्थात पंक्तियों के अंत में लोकगीत की स्थाई की तरह जानना शब्द बार बार आता है. कविता गद्य में है, फिर भी लिरिकल गीतात्मकता का बोध होता है. देखो, ये कविता लोकगीत का आभास देती है. ഒരു ലോകഗീത്, ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട്, നാടൻ പാട്ടിൻ്റെ പ്രതീതി ഈ കവിത സൃഷ്ടിക്കുന്നുണ്ട്.
ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു നാടൻ പാട്ട് അവതരിപ്പിച്ചിരുന്നു. തന്താനേ താനേ തന തന്താനം താനാ തന്താനം താനാ തന തന്താനം താനാ തന്താനേ താനാ തന തന്താനം താനാ തന്താനേ താനാ തന തന്താനം താനാ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ആ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ആ യുഗത്തിൽ രയ്യരയ്യ രയ്യരയ്യ രയ്യര രയ്യര രയ്യരയ്യ തന്താനേ താനാ തന തന്താനം താനാ തന്താനേ താനാ തന തന്താനം താനാ. ലോകഗീത് അഥവാ നാടൻ പാട്ടുകളുടെ പ്രത്യേകതയാണ്. അതായത് വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും, ആവർത്തിച്ച് വരുന്നത്. ഈ കവിതയിലും ഒരു നാടൻ പാട്ടിൻ്റെ പ്രതീതി ഉണ്ടാകുന്നുണ്ട്. കാരണം ജാന്ന നഹി ജാന്ന, ജാന്ന നഹി ജാന്ന തുടങ്ങിയ വാക്കുകൾ ഇതിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വരി കേട്ട് അടുത്ത വരി ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ വരികൾ. അർത്ഥാത് പങ്ക്തിയോങ്കെ അന്തമേ ലോകഗീത് കി സ്ഥായി. ഒരു നാടൻ പാട്ടിൻ്റെ അവസാനം എങ്ങനെയാണ് അവസാനിക്കുന്നത്? കി തര ജാനനാ ശബ്ദ ബാർ ബാർ ആത്താ ഹേ, അറിയുക എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും വരുന്നില്ലേ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കവിത ഗദ്യമേ ഹേ. വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിത ഗദ്യത്തിലാണ്. ഫിർ ബി ലിറിക്കൽ ഗീതാത്മകത കാ ബോധ ഹോത്താ ഹേ. എന്നിട്ട് പോലും അതിൽ ഗീതാത്മകതയുണ്ട്, പാടാനുള്ളൊരു ശേഷി അതിനുണ്ട്. ഗദ്യത്തിലുള്ളതിനെ പാടാൻ പ്രയാസമാണ്, എങ്കിലും അതിന് പാടാനുള്ളൊരു ഭാവം കൂടി അതിനുണ്ട്. ലിറിക്സ് വരികൾ, അതിൻ്റെ വരികൾ വളരെ പാടാൻ യോജിച്ചത് കൂടിയാണ്. നേരത്തെ നമ്മൾ ഇതൊന്ന് ചൊല്ലാൻ ശ്രമിച്ചല്ലോ, പാടാൻ കഴിവുള്ളത് കൂടിയാണ്. അപ്പോൾ നമുക്കിനി കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, കവിതയുടെ ശില്പപക്ഷം മനസ്സിലായി. ഈ ശില്പപക്ഷമാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് ടിപ്പണി, വീണ്ടും ടിപ്പണിയിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ടിപ്പണി ലിഖ്തേ സമയം, നമുക്കിതിൽ ടിപ്പണി എഴുതുമ്പോൾ, ടിപ്പണി എഴുതുന്നത് കവിതയ്ക്ക് ടിപ്പണി എഴുതാം, കഥയ്ക്ക് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഇത്തരത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? പാഠഭാഗത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവിതാ പർ ടിപ്പണി ലിഖ്തേ സമയം കിൻ കിൻ ബാത്തോം പർ ധ്യാൻ ദേനാ ഹെ. കവിതയ്ക്ക് കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതിൻ്റെ ആകലൻ സൂചി തയ്യാർ കരേ. നരേഷ് സക്സേനയുടെ ഈ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആകലൻ സൂചി തയ്യാർ കരേ, മൂല്യബിന്ദുക്കൾ തയ്യാറാക്കണം. നോക്കൂ നിങ്ങൾ, ടിപ്പണി ലിഖ്തേ സമയം. ഒന്ന്, കവി കാ പരിചയ്. എന്തു വേണം? ആദ്യം ആ കവിയെ പരിചയപ്പെടുത്തണം. നരേഷ് സക്സേന കവിയെ പരിചയപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്. വിനോദ് കുമാർ ശുക്ലയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കവിതാക്ക സംക്ഷിപ്ത് പരിചയം, ആ കവിതയെക്കുറിച്ചുള്ള ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. വിനോദ് കുമാർ ശുക്ല മൗലികതയുണ്ട്, സ്വാഭാവികമാണ്, സരളാണ്, അർത്ഥം വളരെ സാഫാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ഭാഗത്ത് കവിതയെ. പിന്നെ കവിതാക്ക സന്ദേശ്, അത് ഈ കവിതയിൽ അവസാനം കൊടുത്തിട്ടുണ്ട്. ഈ ടിപ്പണിയിൽ അവസാനം കൊടുത്തിട്ടുണ്ട് കവിതാക്ക സന്ദേശ്. എന്താണ് കവിതയുടെ സന്ദേശം? दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियाം जरूरी नहीं है. അതാണ് കവിതയുടെ സന്ദേശം. അത് കൊടുത്തിട്ടുണ്ട്. അവർ കവിതാക്കെ ശില്പപക്ഷ പർ വിശ്ലേഷൺ, കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ശില്പപക്ഷത്തിന് സൂക്ഷ്മത നൽകാൻ വേണ്ടി, ആ വളരെ കാവ്യശില്പം ഭംഗിയാക്കാൻ വേണ്ടി കവി എന്തൊക്കെ ചെയ്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഒരു ഗസല് പോലെ ഈ കവിത തോന്നിക്കുന്നു, ഒരു നാടൻ പാട്ട് പോലെ ഈ കവിത തോന്നിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് കവിതാക്കെ ശില്പപക്ഷ പർ വിശ്ലേഷൺ. അപ്പം ടിപ്പണി ലിഖ്തേ സമയം, ടിപ്പണി എഴുതുമ്പോൾ കവി കാ പരിചയ്, കവിതാ കാ സംക്ഷിപ്ത് പരിചയ്, കവിതാ കാ സന്ദേശ്, കവിതാ കെ ശില്പപക്ഷ പർ വിശ്ലേഷൺ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്കൊരു വർക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില വർക്കുകളാണ്. നേരത്തെയുള്ള നോട്ടുകൾ, നേരത്തെ ഇതിൽ കിട്ടുന്ന നോട്ടുകൾ എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതി വെക്കുക, പഠിക്കുക. देखिए സഹി മിലാൻ കരേ. സഹി മിലാൻ കരേ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്ത് നിന്ന് യോജിച്ചത് എടുത്ത് നേരെ എഴുതി ചേർക്കണം. വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ,
മുझേ വോ നഹി ജാൻതാ താ. വിനോദ് കുമാർ ശുക്ല, നരേഷ് സക്സേന. നിങ്ങൾ പാഠഭാഗം നോക്കി പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കവിതയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. അപ്പുറത്തെ കോളത്തിലുള്ളത് മേരെ ഹാത്ത് ബഠാനെ കോ ജാൻതാ താ, കവിത, ടിപ്പണി, ഹതാശ കോ ജാൻതാ താ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൊതുവെ ബോധ്യമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ വേർഡ് മീനിങ് പുസ്തകത്തിൻ്റെ പാഠഭാഗത്തിൻ്റെ പിറകിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി ആ വേർഡ് അത്യാവശ്യമായിട്ടുള്ള വേണ്ട പ്രധാനപ്പെട്ട വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺഗഡ്, ക്രമരഹിതമായ, മൗലികത ഒറിജിനാലിറ്റി, സഹജ് സ്വാഭാവിക്, വിഖ്യാത് ഫേമസ്, ദർക്കാർ ആവശ്യകത, ഹതാശ നിരാശ, ഓഹദ പദവി, ജുബാൻ നാവ്, റൂഢിഗത് പരമ്പരാഗതം, എഹസാസ് അനുഭവ്, കാരിഗരി ശില്പവിദ്യ, ബാരീഖ് സൂക്ഷ്മമായ ആ വേർഡ് മീനിങ് ആണ്. കാര്യങ്ങൾ ഈ ഒരു വിശദീകരണത്തോടു കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.